ഹലോ, ഇറങ്ങിയോ? ഇല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങാം. ഇന്ന് നല്ല മൂടലുണ്ട്, ചിലപ്പോൾ മഴ പെയ്യും. ഞാനിവിടെ തന്നെ ഉണ്ടാവും, നീ പോയിട്ടോ. റേഖ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മുന്നേറെ സർ. പോവാ. Good luck to you, sir. Let this be a memorable day, sir, for all of us. ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളെ, ബഹുമാനനായ സഭാധ്യക്ഷൻ, ദി റൈറ്റ് ടു റീകോൾ. ജനപ്രതിനിധികളെ ജനങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ 5 വർഷ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന ബിൽ. ഈ ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചുകൊള്ളുന്നു. ബിൽ അവതരണത്തിന് ശേഷം ചർച്ചയാവാം. സാർ, ഗവൺമെൻറ് എന്നാൽ അത് വെറൊരു വാക്ക് മാത്രമല്ല, അത് ആത്മാവുള്ള, ജീവനുള്ള, അസ്തിത്വമുള്ള ഒരു പ്രവർത്തന സംവിധാനമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്രകാലം അധികാരത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നതും ജനങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ബില്ലിൻ്റെ കോപ്പി എല്ലാ ജനപ്രതിനിധികൾക്കും എത്തിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് പാസ്സാക്കുകയും കേരളത്തിൽ ഇത് നടപ്പാക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർ, ഒരു വോട്ടെടുപ്പ് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നും അങ്ങയുടെ പാർട്ടിയാണ് പ്രതിപക്ഷത്തെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുറച്ചു നേരത്തേക്ക് ഒന്ന് മറക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഇത് പാസ്സാക്കിയെടുക്കാം. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് കരുതി വയ്ക്കാം. സർ, മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു ഗവൺമെൻറ്റും ഇങ്ങനൊരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചിട്ടില്ല.
അതുകൊണ്ട് ഐകകണ്ഠേന ഇത് പാസ്സാക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. സാർ ദയവ് ഇത് ഒരു വോട്ടെടുപ്പ് നടത്തണം. ഇക്കാര്യത്തിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. യെസ് പോൾ, റിംഗ് ദ ബെൽ. പേർ ബില്ലിനെ അനുകൂലിച്ചും ഒരാൾ നിഷ്പക്ഷമായും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുള്ളത് 125 പേരാണ്. ഈ ബില്ല് തള്ളിക്കളഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോയിരിക്കേണ്ടതാണ്. സൈലൻസ്. സാർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത സാമാജികരെ ജനങ്ങളെ കൊണ്ട് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞു പോയിരിക്കുന്നത്. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സ്വന്തം ഭാവി സംരക്ഷിക്കാനാണ് ഈ സഭയിലെ ഏക സംശുദ്ധ രാഷ്ട്രീയക്കാരനായ CM ശ്രമിക്കുന്നത്. ഇന്ന് ഇവിടെ വച്ച് CM സ്ഥാനം ഒഴിയും. സർ, എന്തൊരു ചരിത്രപരമായ തോൽവിയാണ് സാർ മുഖ്യമന്ത്രിയുടേത്. ദാരുണമല്ലേ സാർ ഇത്? ഇതിന് രാജിയിൽ കുറഞ്ഞ എന്താണ് ഞങ്ങൾ ആവശ്യപ്പെടേണ്ടത്? ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് കസേരയിരിക്കാൻ അവകാശമില്ല. സാറേ, ഇതൊരു മണിബിലല്ല. അതുകൊണ്ട് തന്നെ രാജി ഇവരെല്ലാവരും കൂടെ മറുപടി കൂട്ടേണ്ട യാതൊരു കാര്യമില്ല. സൈലൻസ്. സാർ, നടപ്പിലാക്കാൻ അസാധ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു ബില്ലാണ് ഇത്. പരക്കെ ദുരുപയോഗം ചെയ്യപ്പെടും. വർഷാവർഷം ഇലക്ഷൻ നടത്തേണ്ട ഗതികേടുണ്ടാവും. ഖജനാവ് കാലിയാവും. സാർ, സംസ്ഥാനത്തെ രാഷ്ട്രീയം തന്നെ കലങ്ങി മറിയും. സാറ് തന്നെ കണ്ടതാണ്. CM-ന്റെ പാർട്ടിയിൽ നിന്ന് വരെ വെറും 8 പേരാണ് ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സഭയ്ക്കും ഈ ഗവൺമെന്റിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വലിയ മാനക്കേടാണ് ഈ CM ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് ന്യായീകരണമാണ് നിങ്ങൾ ഇപ്പോഴും ആ കസേരയിൽ ഇങ്ങനെ കടിച്ചു കിടക്കുന്നത്? ആശ്ചര്യമായിരിക്കുന്നു സർ. ഇതിനെ അനുകൂലിച്ചവരുടെ എണ്ണം 2 അക്കം കടന്നത്. പാസ്സാവില്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർ ഞാൻ ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചത്. എനിക്കറിയാമായിരുന്നു ഇതിന്റെ ഗതി എന്താവും. സർ, ഇത് ഒരുമാതിരി മുട്ടാപ്പോക്ക് ന്യായമാണ്. തോറ്റ് തുന്നം പാടിയിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു നാടകം. ഈ നിയമം ഇവിടെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ എത്ര MLA-മാരായി തുടരുമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട MLA-ക്ക് പറയാനുള്ളത്. 14. ആ സംഖ്യയും എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളെ വെച്ച് ഞാൻ നടത്തിയ ഒരു സർവേ
ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുള്ള MLA-മാരുടെ എണ്ണം അതും 14. അവർ തന്നെയാണ് ഇപ്പം ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവർ. ഇത് ഞാൻ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാം. കേരളത്തിലെ 140 MLA-മാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ളവർ അതിൻ്റെ 10-1. സാർ, എന്ത് സർവേ കുറിച്ചാണ് മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുന്നത്? ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു സർവേയുടെ കാര്യം അറിഞ്ഞിട്ടില്ല. അതുമല്ല, കോളേജ് പിള്ളേരെ കൊണ്ട് നടത്തേണ്ടതല്ല ഇത്തരം കാര്യങ്ങൾ. സീറ്റിലിരിക്കൂ. സർ, കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു, ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വർഷാവർഷം ഇലക്ഷൻ നടത്തേണ്ടി വരുമെന്നും അതോടെ ഖജനാവ് കാലിയാകും. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞതിൽ കൂടെ ഈ ബില്ലിനെ പരോക്ഷമായി അനുകൂലിക്കുകയല്ലേ സർ ചെയ്യുന്നത്. ഈ നിയമം ഇവിടെ പ്രാബല്യത്തിൽ വന്നാൽ ജനപ്രതിനിധികൾ അവരുടെ ജോലി ആത്മാർത്ഥമായിട്ടും കാര്യക്ഷമമായിട്ടും ചെയ്യുകയും അവരുടെ സ്ഥാനം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇലക്ഷൻ്റെ ആവശ്യമില്ല, ഖജനാവ് കാലിയാവുമില്ല. ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട നേതാവിനെ മാറ്റാനായിട്ട് ശ്രമിക്കുകയുമില്ല. സർ, ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനോ ഈ നാട്ടിലെ സംശുദ്ധനായ ഏക രാഷ്ട്രീയക്കാരൻ ഞാനാണെന്ന് സ്ഥാപിക്കാനോ അല്ല ഈ ബില്ലിവിടെ അവതരിപ്പിച്ചത്. ഈ മന്ദിരത്തിൻ്റെ പടികൾ നമ്മൾ ചവിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരുടെയും പേര് കൊത്തിവെച്ച് ഈ കസേരകളിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ വോട്ട് ചെയ്ത ജനങ്ങളുടെ ദയ കൊണ്ട്. നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയും കടപ്പാടും അവരോട് മാത്രമാണ്. അവരോട് മാത്രമായിരിക്കണമെന്ന് സ്വയം ബോധ്യപ്പെടാം. സർ, അധികാരം ആരെയും അഴിമതിക്കാരാക്കുന്നില്ല. മനുഷ്യരാണ് അധികാര സ്ഥാനങ്ങളെ അഴിമതിയിലാക്കുന്നത്. നിങ്ങളുടെ ഒരൊറ്റ ഒപ്പ് മതി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഒരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ, കയ്യിൽ മഷി പുരട്ടി നമ്മളെ ഇങ്ങോട്ട് അയച്ച, നമ്മൾ വോട്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ച ജനങ്ങളുടെ മുഖവും നോർത്താണ്. സർ, ജനങ്ങൾ വോട്ട് ചെയ്ത് സഭയിലേക്ക് വന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് സഭയിൽ നിയമനിർമ്മാണം നടത്താൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കാണ്. ആ ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുക വരി മുഖ്യമന്ത്രി പരിഹാസ്യനായിരിക്കുക. സാർ ഇത് ഗാലറിക്ക് വേണ്ടിയുള്ള കളിയാണ് സാർ. ഇത് എന്താണ് സാർ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയില്ലാന്ന് തോന്നുന്നു. സാധാരണക്കാർക്കുള്ള സ്ഥലമാണ് ഗാലറി. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ കളി. പക്ഷേ നമ്മുടെ ഈ ഗാലറി എവിടെയാണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാ നമ്മളുടെയൊക്കെ ഇരിപ്പിടങ്ങൾക്ക് വളരെ വളരെ മുകളിൽ. സർ, ഈ CM ഇത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് അണികളെ ആവേശം കൊള്ളിക്കാനുള്ള വാചക കസരത്ത് നടത്താനുള്ള മൈതാനമല്ല, ജനാധിപത്യത്തിന്റെ പവിത്രമായ ഒരു സ്ഥാനമാണ്. എന്നിട്ട് എവിടെ സാർ ജനാധിപത്യം? അതിനുള്ളിലിരിക്കുന്ന ആൾക്ക് ഒരു വാക്ക് സംസാരിക്കാൻ അനുവാദമുണ്ട്. എന്തിനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്ക് അനുവാദമില്ല. അവരൊക്കെ വോട്ട് ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞുവിട്ട ആളുകൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതെല്ലാം കണ്ടും കേട്ട് നിശബ്ദരായി കയ്യും കെട്ടി നിൽക്കാനല്ലേ അവർക്ക് സാധിക്കൂ. സാർ, ഇതൊരു അസംബ്ലിയാണ്. ഇവിടെ ചില ചിട്ടകളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. കുറെ കൂടെ നന്ദി കാണിക്കണ്ടേ സാർ നമ്മൾ അവരോട്? ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം തരുന്നത് അവരാണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ ഫ്രിഡ്ജ്, TV, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതെല്ലാം തരുന്ന അവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കേണ്ടത്. നമ്മളെ കാണുമ്പോൾ അവരല്ല, അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. ജനങ്ങളെ ഭരിക്കാനല്ല സാർ ജനാധിപത്യ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ. പിന്നെ എൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരോട് നിങ്ങൾ കഷ്ടപ്പെട്ട് ബഹളം വയ്ക്കണ്ട. വോട്ടെണ്ണലിൽ ഞാൻ പരാജയപ്പെട്ട ആ നിമിഷം തന്നെ എൻ്റെ രാജിക്കത്ത് ഗവർണറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു, പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖാന്തരം. സാർ, അങ്ങയുടെ അനുവാദത്തോടെ ഞാനൊരു 2 വാക്ക് സംസാരിച്ചോട്ടെ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടല്ല, ഇവിടെ ഒരു മാറ്റം വരാൻ ആഗ്രഹിച്ച ഒരു സാധാരണ ജനപ്രതിനിധിയായിട്ടാണ്. ഞാനിത് തുടങ്ങി വയ്ക്കുന്നതെന്നേ ഉള്ളൂ. എനിക്ക് ശേഷം വരുന്ന 2ാമത്തെയോ 5ാമത്തെയോ 7ാമത്തെയോ 10ാമത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഒരുപക്ഷെ ഇത് നടപ്പിലാക്കുക.
ഞാനൊരു നിമിത്തം മാത്രം. ആ ഒരു വിശ്വാസത്തോടെ ഞാൻ പടിയിറങ്ങുകയാണ്. സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ. ഓരോ തോൽവിയും പല മഹാവിജയങ്ങളെക്കാൾ മഹത്തരമാണെന്നുള്ള വിശ്വാസത്തോടെ. ഞാൻ ഇവിടുന്ന് മാത്രമേ പോകുന്നുള്ളൂ, പക്ഷേ എൻ്റെ വീടിൻ്റെ വാതിലുകൾ എന്നും നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കും. എൻ്റെ വീടെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന ഔദ്യോഗിക വസതിയല്ല. എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയ എൻ്റെ സ്വന്തം വീട്. അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ. നിങ്ങളെ മാത്രമേ എനിക്ക് കേൾക്കാനുള്ളൂ. രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മേൽ അധികാരവും ആധിപത്യവും സ്ഥാപിക്കാനുള്ള ഒരു ആയുധമല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പം ചേർന്ന് നന്മ പ്രവർത്തിക്കാനുള്ള ഒരു മാർഗം മാത്രം.